യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. ഇസ്രായേലിനെ തൊട്ടാൽ ടെഹ്റാന്റെ അതേ സാഹചര്യം യമനും നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറൻ മുഴങ്ങി. അതിനുശേഷം മിസൈൽ ആക്രമണത്തെ ചെറുക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ സജ്ജമാക്കി. ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം ചൊവ്വാഴ്ച യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചതായി ഹൂതികൾ അവകാശപ്പെടുന്നു. ഇസ്രായേലിലെ പല പ്രദേശങ്ങളിലും അല്പം മുമ്പ് മുഴങ്ങിയ സൈറണുകളെ തുടർന്ന് യമനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു മിസൈൽ ഇസ്രായേൽ വ്യോമസേന തടഞ്ഞുവെന്നും ഒരു ഇസ്രായേൽ സൈനികൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. യമൻ സായുധ സേനയുടെ മിസൈൽ സേന പാലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് യാഫയിലെ അധിനിവേശ പ്രദേശത്തെ ലോഡ് വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി ഗുണപരമായ സൈനിക പ്രവർത്തനം നടത്തി. ലക്ഷക്കണക്കിന് സൈനിസ്റ്റുകളുടെ കൂട്ടത്തിൽ അഭയകേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്യാനും വിമാനത്താവള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും കാരണമായി. ഓപ്പറേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശേഷം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: യമനെയും ടെഹ്റാൻ പോലെ പരിഗണിക്കും. ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള അടുത്തിടെ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങളും തലസ്ഥാനത്തെ ലക്ഷ്യങ്ങളും തകർത്തതിനെ കുറിച്ചുള്ള വ്യക്തമായ പരാമർശമാണിത്. ടെഹ്റാനിൽ പാമ്പിന്റെ തലയിൽ അടിച്ചതിനു ശേഷം യമനിലെ ഹൂതികളെയും ഞങ്ങൾ ആക്രമിക്കും. ഇസ്രായേലിനെതിരെ കൈ ഉയർത്തുക ആരുടെയും കൈ വെട്ടിക്കളയുമെന്നും കാറ്റ്സ് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 2023 ഒക്ടോബറിൽ ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണം ഗാസ യുദ്ധത്തിന് കാരണമായതിനു ശേഷം യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ഇസ്രായേലിനെതിരെ ആവർത്തിച്ച് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അധിനിവേശ പാലസ്തീനിലെ യാഫ, അഷക്കേലോൺ, അൽ റഷ്റാഷ് പ്രദേശങ്ങളിലെ ഇസ്രായേലി ശത്രുവിന്റെ സെൻസിറ്റീവ് ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ചും സാരിയുടെ ടെലിഗ്രാം പോസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഇസ്രായേലിന് നേരെ ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തതായി ഹൂതികൾ വ്യക്തമാക്കുന്നു. ജൂൺ 24-ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തലിന് ശേഷം ഹൂതികൾ പ്രഖ്യാപിച്ച ഇസ്രായേലിനെതിരായ ആദ്യ വിക്ഷേപണമാണിത്. പാലസ്തീനുകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന ഹൂതികൾ മാർച്ചിൽ അവസാനിച്ച ഗാസയിൽ 2 മാസത്തെ വെടിനിർത്തൽ സമയത്ത് തങ്ങളുടെ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതിനെ തുടർന്ന് അത് പുതുക്കുകയും ചെയ്തു. യമനിൽ ഇസ്രായേൽ നിരവധി പ്രതികാര ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹൂതികളുടെ കൈവശമുള്ള തുറമുഖങ്ങളും വിമതരുടെ കൈവശമുള്ള തലസ്ഥാനമായ സനായിലെ വിമാനത്താവളവും ലക്ഷ്യമിട്ട് ഗാസയിലെ പാലസ്തീനികളെ പിന്തുണച്ച് ഇസ്രായേലിനെ ലക്ഷ്യമിടുന്നതായി അവകാശപ്പെടുന്ന ഹൂതി പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായ ആക്രമണങ്ങളിലെ ഏറ്റവും പുതിയ ആക്രമണമാണിത്. ചൊവ്വാഴ്ച യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുമുണ്ട്. യമനിൽ നിന്ന് ഇസ്രായേൽ പ്രദേശത്ത് വിക്ഷേപിച്ച മിസൈൽ തകർത്തു എന്ന് ഇസ്രായേൽ സൈന്യം റോയിട്ടേഴ്സ് ഉദ്ധരിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആർക്കും നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാന്റെ പിന്തുണയുള്ളതും യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നതുമായ ഹൂതികൾ ഇസ്രായേലിനും ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്കും നേരെ ആവർത്തിച്ച് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട്. മിക്ക പ്രോജക്ടൈലുകളും തടയുകയോ ലക്ഷ്യത്തിലെത്തുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുന്നത് തുടർന്നാൽ ഹൂതികൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വ്യക്തമാക്കിയത്. ആക്രമണങ്ങൾ തുടർന്നാൽ യമനിൽ നാവിക വ്യോമ ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഇസ്രായേൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർച്ചയായ ഹൂതി ആക്രമണങ്ങൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് ഭീഷണിയായി ആഗോള വ്യാപാരത്തെയും തടസ്സപ്പെടുത്തി. ഷിപ്പിംഗ് കമ്പനികൾ കപ്പലുകൾ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരായി. ഇത് യാത്രാസമയം വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി. മിസൈൽ തടസ്സപ്പെടുത്തലിനെ കുറിച്ച് ഇസ്രായേലിലെ US അംബാസിഡർ മൈക്ക് ഹക്കബിയും പ്രതികരിച്ചു. അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ സംഭവത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്തു. ഇസ്രായേലിലേക്കുള്ള മിസൈലുകൾ തീർന്നുപോയി എന്ന് ഞങ്ങൾ കരുതി, പക്ഷേ ഹൂതികൾ ഇസ്രായേലിൽ ഞങ്ങളുടെ മേലെ ഒന്ന് കത്തിച്ചു. ഹക്കബി എഴുതിയത് ഇങ്ങനെയാണ്: ഭാഗ്യവശാൽ ഇസ്രായേലിന്റെ അവിശ്വസനീയമായ ഇന്റർസെപ്ഷൻ സിസ്റ്റം അർത്ഥമാക്കുന്നത് ഞങ്ങൾ ഷെൽട്ടറിലേക്ക് പോയി എല്ലാം വ്യക്തമാക്കുന്നതുവരെ കാത്തിരിക്കുക എന്നാണ്. ഒരുപക്ഷെ ആ B-2 ബോംബർ വിമാനങ്ങൾ യമൻ സന്ദർശിക്കേണ്ടി വന്നേക്കാം. കഴിഞ്ഞ മാസത്തെ വ്യോമാക്രമണത്തിനിടെ ഏകോപിത നടപടിയുടെ ഭാഗമായി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US B-2 ബോംബറുകൾ മുൻപ് ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഗാസ സംഘർഷം ആരംഭിച്ചതു മുതൽ യമനിലെ ഹൂതി സ്ഥാനങ്ങളിൽ ഇസ്രായേൽ പ്രതികാര നടപടികളുടെ ഒരു പരമ്പര നടത്തിയിട്ടുണ്ട്. മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആക്രമണം നടത്താൻ സംഘം ഉപയോഗിക്കുന്നതായി കരുതപ്പെടുന്ന
ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഇവ ലക്ഷ്യമിട്ടിട്ടുണ്ട്. മേഖലയിലെ തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്ന് ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനും സ്വാധീനം വർദ്ധിപ്പിക്കാനും ഇറാനും സഖ്യകക്ഷികളും നടത്തുന്ന വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഹൂതി ആക്രമണങ്ങളെ ഇസ്രായേലി അമേരിക്കൻ ഉദ്യോഗസ്ഥർ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.